നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ യൂസർ ഇൻ്റർഫേസ് ഡിസൈനാണ്. ഓക്കെ, അപ്പം ഈ ഒരു യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഒരു യൂസറിൻ്റെ വ്യൂ എന്ന് നോക്കുകയാണെങ്കിൽ അയാളുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർഫേസ് നോക്കിയിട്ടാണ് അല്ലേ. ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് മെഷർ ചെയ്തിട്ട് പിന്നെയാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്, ഫങ്ഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നമ്മുടെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിൽ തന്നെ വരുന്ന ഒരു ഫേസാണ് കേട്ടോ. ഓക്കെ, user interface is the first impression of a software system from user's point of view. Therefore, any software system must satisfy the requirement of user. അല്ലേ, അപ്പം യൂസർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ഒരു റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം നമ്മളൊരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാൻ. User interface mainly performs two functions: accepting the user's input and displaying the output. യെസ്, അതിനല്ലേ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഒരു ഇൻ്റർഫേസ് ഏതൊരു പേജ് എടുത്താലും, നമ്മളിപ്പോൾ ഏത് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു ആപ്പ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഓരോ പേജ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? either നമ്മൾ എന്തെങ്കിലും അതിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഔട്ട്പുട്ട് കാണാനുണ്ടാവും അല്ലേ. ഇത് രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു യൂസർ ഇൻ്റർഫേസ് നോർമലി യൂസ് ചെയ്യുക. User interface plays a crucial role in any software system, and it is possibly the only visible aspect of a software system, as users will initially see the architecture of software system external user interface without considering its internal architecture. ഇതൊരു നമുക്കറിയാം, നമ്മൾ ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ബാക്കിയൊക്കെ ഇൻവിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ആസ് ഫോർ ദി യൂസർ, ഒരു യൂസറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കോഡും കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അവർ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഇൻ്റർഫേസ് വെച്ചിട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ യൂസർ ഇൻ്റർഫേസ് ആണ് മെയിനായിട്ട് ഒരു യൂസർ നോക്കുന്നുണ്ടാവുക. ഓക്കെ, a good user interface must attract the user to use the software system without mistake. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു ഗുഡ് യൂസർ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കണം? നമുക്ക് ഒന്ന് ഞാൻ പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലേ. നമുക്ക് എപ്പോഴും യൂസർക്ക് ഈസി ആയിട്ട് അതിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ആൻഡ് അത് ഇതിൽ പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് അട്രാക്ട് ദ യൂസേഴ്സ് ടു യൂസ് വിത്തൗട്ട് മേക്കിംഗ് മച്ച് എറേഴ്സ്. അധികം മിസ്റ്റേക്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഈ യൂസേഴ്സിന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. ഇറ്റ് ഷുഡ് ഹെൽപ്പ് ദ യൂസർ ടു അണ്ടർസ്റ്റാൻഡ് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം ഈസിലി വിത്തൗട്ട് മിസ്ലീഡിങ് ഇൻഫർമേഷൻ. അപ്പോൾ സോഫ്റ്റ്വെയർ സിസ്റ്റം ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, a bad user interface may cause market failure against the competition of software. അപ്പോൾ യൂസർ ഇൻ്റർഫേസ് പോയാൽ കംപ്ലീറ്റ് സിസ്റ്റം തന്നെ പോലെ അതിൽ കുറേ കാര്യങ്ങൾ മിസ്റ്റേക്സ് ഒക്കെ വന്ന് ആ സിസ്റ്റം തന്നെ ഡൗൺ ആവും. UI has its syntax and semantics. ഈ UI യൂസ് ചെയ്യുമ്പോൾ അതിനൊരു സിൻടാക്സും സെമാൻറ്റിക്സ് ഒക്കെ ഉണ്ടാവും. The syntax comprises component types such as textual, icons, buttons, etc. And usability summarizes the semantics of UI. അപ്പോൾ UIൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? UIയിലുള്ള കമ്പണൻസ് ആണ് കേട്ടോ. അത് കമ്പണൻസിൽ വരുന്ന അല്ലെങ്കിൽ കൺട്രോൾസ് അതിൽ വരുന്നതാണ് നമ്മളെ ബട്ടൺസ് വരും, ടെക്സ്റ്റ് ബോക്സ് വരും അല്ലേ, ഐക്കൺസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിൻടാക്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസബിലിറ്റീന് നമ്മൾ എന്ത് പറയും? സെമാൻറ്റിക്സ്. എങ്ങനെ ഹൗ വെൽ ഇറ്റ് ക്യാൻ ബി യൂസ്, അതാണ് ഇതിൻ്റെ ഒരു UI-ൻ്റെ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ദ ക്വാളിറ്റി ഓഫ് UI is characterized by its look and feel and its usability. അല്ലേ, ഒരു UI എത്ര നല്ലതാണ് എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതിൻ്റെ ലുക്കും അതിൻ്റെ ഡിസൈൻ ചെയ്തതും അത് നമുക്ക് എത്ര ഈസി ആയിട്ട് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ടിരിക്കും ഒരു UI-ൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. There are basically two major kinds of user interface. ഏതൊക്കെയാണ്? ടെക്സ്റ്റലും ഉണ്ട്, ഗ്രാഫിക്കലും. സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം, നമ്മൾ OS ഡോസ് എടുക്കുക, ഡോസ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? ദാറ്റ് ഈസ് എ ടെക്സ്റ്റൽ യൂസർ ഇൻ്റർഫേസ് അല്ലേ. പിന്നെ രണ്ടാമത് നമ്മളിപ്പോൾ വിൻഡോസ് ആണെങ്കിലോ ദാറ്റ് ഇസ് എ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഗിവ് ഇൻപുട്ട് ആൻഡ് വി ഗെറ്റ് ദ ഔട്ട്പുട്ട് എന്നല്ലേ. അപ്പോൾ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ അതിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അതേപോലെ നമുക്ക് അതിന് ഔട്ട്പുട്ടും കാണിച്ചു തരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെയാണ് വിൻഡോസ് എടുത്താലും. അപ്പം ഞാൻ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് കാറ്റഗറി ഓഫ് UIs ആണുള്ളത്. ഇറ്റ് ക്യാൻ ബി ഐദർ ടെക്സ്ച്വൽ ആവാം അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഗ്രാഫിക്കൽ UI.
സോഫ്റ്റ്വെയർ ഇൻ ഡിഫറെൻറ്റ് ഡൊമെയിൻസ് മേ റിക്വയർ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഇറ്റ്സ് യൂസർ ഇൻ്റർഫേസ് അല്ലേ. ഓരോ ടൈപ്സ് എല്ലാ സോഫ്റ്റ്വെയറിനും ഒരേ UI ആയിരിക്കും വരിക അല്ല, ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ് യൂസർ ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഡിപ്പെൻസ് അപ്പോൺ ദി ആപ്ലിക്കേഷൻ, എന്ത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, calculator need only a small area for displaying numeric numbers but a big area for commands അല്ലേ. എ വെബ് പേജ് നീഡ്സ് ഫോംസ്, ലിങ്ക്സ്, ടാബ്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ഒരു കാൽക്കുലേറ്ററാണ് നമ്മൾ ഡിസൈൻ ചെയ്തെങ്കിൽ നമുക്ക് അതിൽ എന്തൊക്കെയാണ് വേണ്ടത്, കുറച്ച് നമ്പേഴ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യാനുള്ള കുറച്ച് ഏരിയ വേണം അല്ലേ. അതുപോലെ കമാൻഡ്സ് കൊടുക്കാനുള്ള ഏരിയ വേണം, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതല്ല നമ്മളിപ്പോൾ ഒരു വെബ് പേജ് ആണെങ്കിലോ അതിലെന്തൊക്കെയാണ് ഉണ്ടാവുക, ഒരു ഫോം ഉണ്ടാവും, ആ ഫോമിൽ കുറേ ലിങ്ക്സ് ഉണ്ടാവും, അതിന് കുറച്ച് മെനൂസ് ഉണ്ടാവും അല്ലേ, അതിൽ കുറേ കൺട്രോൾസ് ഉണ്ടാവും, ടാബ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം ഒരു UIൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ദർ ആർ 2 ടൈപ്സ് ഓഫ് UI അല്ലേ, ടെക്സ്ച്വൽ ആൻഡ് ഗ്രാഫിക്കൽ. അപ്പോൾ നമുക്കൊരു ഗ്രാഫിക്കൽ UI നോക്കാം, അല്ലെങ്കിൽ GUI എന്താണെന്ന് നോക്കാം. A graphical user interface is the most common type of user interface available today. It is very user friendly because it makes use of pictures, graphics and icons. Hence why it നമുക്കറിയാമല്ലേ, അതായത് ഇതെന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഇതിലെന്താ ഉണ്ടാവുക, കുറേ കൺട്രോൾസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ, കുറേ പിക്ചേഴ്സ് ഉണ്ടാവും, ഗ്രാഫിക്സ് ഉണ്ടാവും, കുറേ ഐക്കൺസ് ഉണ്ടാവും, ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസർ ഫ്രണ്ട്ലി ടൈപ്പ് ഓഫ് ഇൻ്റർഫേസ്. ഓക്കെ, it is also known as WIMP interface because it makes use of എന്തൊക്കെയാണ്, വിൻഡോസ്, ഐക്കൺസ്, മെനൂസ്, പോയിൻറ്റേഴ്സ്. അപ്പം ഈ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിന് വേറെ പേരുമുണ്ട്, WIMP എന്നുള്ള പേരുണ്ട്. കാരണം എന്താണ്, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. വിൻഡോസ് ഉണ്ടാവും അല്ലേ, ദെൻ ഐക്കൺസ് ഉണ്ടാവും, മെനൂസ് ഉണ്ടാവും, പോയിൻറ്റേഴ്സ് ഉണ്ടാവും. സോ ബിക്കോസ് വി ആർ യൂസിങ് ദീസ് ഓൾ തിങ്സ് അതിന് ഈ ഒരു പേരും കൂടി വന്നിട്ട് WIMP ഇൻ്റർഫേസ് എന്ന് പറയും. വിൻഡോ ഇതൊക്കെ നമുക്കറിയാലോ, വിൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെക്ടാങ്കുലർ ഏരിയ ഓൺ ദ സ്ക്രീൻ വിത്ത് എ കോമൺലി യൂസ് ആപ്ലിക്കേഷൻ റൺ അല്ലേ. ഐക്കൺ എന്ന് പറഞ്ഞാൽ പിക്ചർ ഓർ സിമ്പിൾ വിച്ച് ഇസ് യൂസ് ടു റെപ്രസെൻറ്റ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഓർ ഹാർഡ്വെയർ ഡിവൈസ്. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് നിങ്ങൾക്ക് അറിയുണ്ടാവും അതൊക്കെ. മെനൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് ഫ്രം വിച്ച് ദ യൂസേഴ്സ് ക്യാൻ ചൂസ് വാട്ട് ദേ റിക്വയർ. ആൻഡ് പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സിമ്പിൾ സച്ച് ആസ് ആൻ arrow which moves around the screen as users moves the mouse and it helps user to select objects അല്ലേ. സോ ഒരു GUI വർക്ക് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് സോ ഇറ്റ് ഇസ് കോൾഡ് എ WIMP ഇൻ്റർഫേസ്. ദെൻ ഡിസൈൻ ഓഫ് യൂസർ ഇൻ്റർഫേസ്. എങ്ങനെയാണ് നമ്മളൊരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുക? It starts with task analysis which understand the user's primary task and the problem domain. എന്ത് സാധനം ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് എന്ത് വേണം, വാട്ട് ഈസ് ദ പ്രോബ്ലം, എന്താണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമുക്കത് എന്താണെന്നുള്ളത് മനസ്സിലാവണം. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ഡിസൈനും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, it should be designed in terms of users terminology and outset of users job rather than programmers. എപ്പോഴും ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുന്നത് യൂസർ എന്ത് പറയുന്നു അല്ലെങ്കിൽ യൂസർക്ക് എങ്ങനെ വേണം എന്നുള്ള രീതിയിലായിരിക്കണം, അല്ലാണ്ട് ഒരു പ്രോഗ്രാമർക്ക് എങ്ങനെ വേണം എന്നുള്ള രീതിയിലായിരിക്കില്ല. അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും ഡെവലപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? എപ്പോഴും അതെന്തായിരിക്കണം, യൂസർ പെർസ്പെക്റ്റീവിലായിരിക്കണം നമ്മളത് ഡെവലപ്പ് ചെയ്യേണ്ടത്. To perform user interface analysis, the practitioner needs to study the understand 4 elements. എന്തൊക്കെയാണ്? The users who will interact with the system through the interface, the tasks that end users must perform to do their work, the content that is present as part of the interface, and the work environment in which these tasks will be conducted. അപ്പം ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, ഏതൊക്കെ യൂസേഴ്സ് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് യൂസേഴ്സ്, എന്ത് ടൈപ്പ് യൂസേഴ്സ് ആയിരിക്കും ഈ ഒരു ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പോകുന്നത്. ദെൻ വാട്ട് ടൈപ്പ് ഓഫ് ടാസ്ക് വിൽ ബി പെർഫോം ബൈ ദീസ് യൂസേഴ്സ്, ഇതിൻ്റെ മുകളിൽ എന്ത് ടൈപ്പ് ഓഫ് ടാസ്ക് ആയിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്. ദെൻ what should be the content that should be displayed in the interface, എന്തൊക്കെ കണ്ടൻസ് ആയിരിക്കും ഇതിൽ വേണ്ടി വരിക. ആൻഡ് ഫൈനലി ദ വർക്ക് എൻവയൺമെൻറ്റ്, ഏത് എൻവയൺമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് ഇടാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇടാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആര്, ഒരു
ഡിസൈനർ എന്ന് പറയുന്നത്. ഡിസൈനേഴ്സ് ആണല്ലോ നോർമലി ഈ ഇൻ്റർഫേസ് ഒക്കെ ചെയ്യുന്നത് അല്ലേ. സോ ഫസ്റ്റ് ഈ ഒരു യൂസറിൻ്റെ ഇൻ്റർഫേസ് അനലൈസ് ചെയ്യണം. ആ ഇൻ്റർഫേസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ ഡിസൈനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എന്താ വേണ്ടത്? Proper or good UI design works from the user's capabilities and limitations, not the machines. അല്ലേ, യൂസർക്ക് എത്ര capability ഉണ്ട്, യൂസർക്ക് എത്ര നോളേജ് ഉണ്ട്, അല്ലെങ്കിൽ യൂസർക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അതിനനുസരിച്ച് വേണം എപ്പോഴും എന്ത് ചെയ്യാൻ നമ്മളൊരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് യൂസർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലല്ല, യൂസർക്ക് എങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ ആ യൂസർക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, while designing the user interface, knowledge of the nature of the user's work and environment is also critical. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ യൂസർ എന്ത് വർക്കാണ് ചെയ്യുന്നത്, ഏത് എൻവയൺമെൻറ്റിലാണ് നമ്മൾ ഇടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ ഈ ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. The task to be performed can then be divided, which are assigned to the user or machine based on knowledge of the capabilities and limitations of each. ഇനിയിപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം? ആ ടാസ്കുകളില്ലേ, അപ്പം കുറേ ടാസ്ക് യൂസർ ചെയ്യേണ്ടതുണ്ടാകും, കുറേ ടാസ്ക് നമുക്ക് പ്രോഗ്രാമിംഗ് വഴി അല്ലെങ്കിൽ കോഡിംഗ് വഴി ചെയ്യാൻ പറ്റും. അപ്പം ഈ യൂസറിൻ്റെ നോളേജ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ യൂസർക്ക് എങ്ങനെയൊക്കെയാണ് വേണ്ടതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടാസ്കിനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? അതിൽ ഏതൊക്കെ ടാസ്ക് മെഷീൻ ചെയ്യും, ഏതൊക്കെ ടാസ്ക്കാണ് യൂസർ ചെയ്യുക എന്നുള്ള ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫോം എൻട്രി ചെയ്യാം. ഇങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഒരു രജിസ്ട്രേഷൻ ഫോം ചെയ്യാമെന്ന് വെച്ചാൽ, ഇപ്പോൾ രജിസ്ട്രേഷൻ ഫോമിൽ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. ഈ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. അതായത് നമുക്ക് യൂസറായിട്ട് തന്നെ എൻ്റർ ചെയ്യാം, അല്ലേ, മാനുവലി എൻ്റർ ചെയ്യാൻ പറ്റും. രണ്ടാമത് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും, ഇല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കി തരികയാണേ. അപ്പം അതായത് ഈ ഡിസൈൻ ചെയ്യുന്ന ആളാണ് തീരുമാനിക്കുക. ഡിസൈൻ ചെയ്യുന്ന ആൾ ആ യൂസറിന് ഇതിന് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ചില ആൾക്കാർ പറയാം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ പുതിയൊരു രജിസ്ട്രേഷൻ വരുമ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്തിട്ട് കാണാം, അല്ലേ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ, അതെല്ലാം നമ്മൾ മാനുവലി എൻ്റർ ചെയ്യുന്ന പറയുമ്പോൾ അതിനനുസരിച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ. അപ്പം ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ അതായത് യൂസറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം. അതായത് ഏതൊക്കെ ടാസ്ക്കാണ് സിസ്റ്റം ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ ടാസ്ക്കാണ് യൂസർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, then the design of a user interface is often divided into 4 different levels. അപ്പം ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈനിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദി കൺസെപ്ച്വൽ ലെവൽ. കൺസെപ്ച്വൽ ലെവലിൽ എന്താണ്? ഡിസ്ക്രൈബ്സ് ദ ബേസിക് എൻറ്റിറ്റീസ് കൺസിഡറിങ് ദി യൂസേഴ്സ് വ്യൂ ഓഫ് ദ സിസ്റ്റം ആൻഡ് ദ ആക്ഷൻസ് പോസിബിൾ അപ്പോൺ ദം. എന്തൊക്കെയാണ് ഇതിൽ ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് യൂസർ വ്യൂ എന്ന് നോക്കിയിട്ട് അതൊക്കെയാണ് എന്തിൽ വരിക, നമ്മളെ കൺസെപ്ച്വൽ ലെവലിൽ വരിക. അക്കോർഡിംഗ് ടു യൂസറിൻ്റെ വ്യൂ പ്രകാരം, ശരിക്കുള്ള നമ്മളെ ഇതിലല്ല, യൂസറിൻ്റെ വ്യൂ പ്രകാരം നമുക്ക് വരുന്ന എൻറ്റിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്, അതാണ് കൺസെപ്ച്വൽ ലെവൽ എന്ന് പറഞ്ഞത്. Next is the semantic level. It describes the functions performed by the system. ആ സിസ്റ്റം പെർഫോം ചെയ്യാൻ പോകുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് സെമാൻറ്റിക് ലെവലിൽ ഉണ്ടാവുക. That is description of the functional requirement of the system but does not address how the user will invoke the function. അപ്പോൾ എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുണ്ടാവും, എന്തൊക്കെയാണ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഫങ്ഷൻസ് യൂസർ എങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യുന്നതെന്നൊന്നും ഇതിലുണ്ടാവില്ല. മനസ്സിലായില്ല? എന്തൊക്കെയാണ് ഫങ്ഷനാലിറ്റീസ് എന്നുള്ളതാണ് എന്തിലുണ്ടാവുക, സെമാൻറ്റിക് ലെവലിൽ ഉണ്ടാവുക. പിന്നെ വരുന്ന ഒന്നാണ് സിൻറ്റാറ്റിക് ലെവൽ. സിൻറ്റാറ്റിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് സീക്വൻസ് ഓഫ് ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് റിക്വയർഡ് ടു ഇൻവോക്ക് ദ ഫങ്ഷൻസ് ഡിസ്ക്രൈബ്. അപ്പം എന്തൊക്കെ ഇൻപുട്ടാണ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഇൻപുട്ട് കൊടുത്താൽ എന്തൊക്കെ ഔട്ട്പുട്ടാണ് കിട്ടുക എന്നൊക്കെയുള്ളതാണ് എന്തിലുണ്ടാവുക, നമ്മുടെ സിൻറ്റാറ്റിക് ലെവലിൽ ഉണ്ടാവുക. And then it is the lexical level. It determines how the inputs and outputs are actually formed from primitive hardware operation. ഇപ്പോൾ നമ്മൾ നേരത്തെ എന്തൊക്കെ ഇൻപുട്ട് ഉണ്ടാവും എന്തൊക്കെ ഔട്ട്പുട്ട് ഉണ്ടെന്നല്ലേ പറയുന്നത്. ഇതിലെന്താണ്, അതിനുള്ളിലുള്ള ഓപ്പറേഷൻ നടക്കുമ്പം എങ്ങനെയാണ് ഈ നമ്മൾ കൊടുത്ത കുറച്ച് ഇൻപുട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടായിട്ട് മാറുന്നത്, ഹൗ ദാറ്റ് ഇൻപുട്ട്സ് ആർ ടേൺ ടു ഔട്ട്പുട്ട്സ് എന്നുള്ളത്, അതെങ്ങനെയായിരിക്കും, എന്ത് ഓപ്പറേഷനാണ് ആ ഹാർഡ്വെയറിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ലെക്സിക്കൽ വ്യൂ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും വ്യൂസ് ആയിരിക്കും ഉണ്ടാവുക. Then, the user interface design is an iterative process where all the iterations explains and defines the information developed in the preceding steps. നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒരു ഫോം ഡിസൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് യൂസർക്ക് കൊടുക്കും. ഐ മീൻ നമുക്ക് തന്ന ആൾക്കാരല്ലേ, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻറ്റ്സ്, അവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അവർ പറയും ഇവിടെ ഇങ്ങനെ വേണം, ഇവിടെ ഈ ചേഞ്ച് വേണം, അങ്ങനെ കുറേ ചേഞ്ചസ് മോഡിഫിക്കേഷൻസ് ഒക്കെ പറയും. അഗെയിൻ നമ്മളെന്താ ചെയ്യുന്നത്, ഈ ഡിസൈനേഴ്സ് അതൊക്കെ മാറ്റി അഗെയിൻ നെക്സ്റ്റ് ലെവൽ സബ്മിറ്റ് ചെയ്യും. വീണ്ടും നമുക്ക് എന്തെങ്കിലും പറയാം, അങ്ങനെ അതാ പറഞ്ഞത് ഇറ്റ് ഇസ് എൻ ഐട്രേറ്റീവ് പ്രോസസ്സ്. അല്ലാണ്ട് ഫസ്റ്റ് തന്നെ അങ്ങ് കൊടുത്തതാക്കല്ല, അത് വീണ്ടും ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. എന്നിട്ടാണ് അവർ ആ ഫൈനൽ ഇതിലേക്ക് എത്തുമ്പോഴാണ് അത് സൈൻ ഓഫ് ആവും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈനിൽ നടക്കുന്ന ജനറൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫൈൻസ് യൂസർ ഇൻ്റർഫേസ് ഒബ്ജക്ട്സ് ആൻഡ് ആക്ഷൻസ്. ആദ്യം നമ്മുടെ യൂസർ ഇൻ്റർഫേസ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, അതുപോലെ അവിടെ നടക്കുന്ന ആക്ഷൻസ്, ഐ മീൻ ഓപ്പറേഷൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഈ യൂസർ ഇൻ്റർഫേസിൽ നടക്കാൻ പോകുന്നതെന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യണം. നെക്സ്റ്റ്, ഡിഫൈൻസ് ഇവൻറ്റ്സ് ദാറ്റ് വിൽ കോസ് ദ സ്റ്റേറ്റ് ഓഫ് ദ യൂസർ ഇൻ്റർഫേസ് ടു ചേഞ്ച്. ഇവൻറ്റ്സ് എന്തൊക്കെ ഇവൻറ്റ്സ് ആണ് നടക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ഇവൻ്റ് ഒക്കെ കഴിയുമ്പോഴാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു അല്ലേ. സിമിലർലി ഒരു ഇൻ്റർഫേസ് വേറെ എന്തെങ്കിലുമായിട്ട് മാറുമല്ലോ. ആ മാറും എപ്പോഴാണ്, എന്തെങ്കിലും ഒരു ഇവൻ്റ് ഒക്കെ കഴിയുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ്, ഇൻഡിക്കേറ്റ് ഹൗ ദ യൂസർ ഇൻ്റർപ്രറ്റ്സ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഫ്രം ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ത്രൂ ദി ഇൻ്റർഫേസ്. ഈ ഇൻ്റർഫേസിലൂടെ കിട്ടുന്ന ഇൻഫർമേഷനെ വെച്ചിട്ട് യൂസർ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഓരോ സ്റ്റേറ്റുകളെയും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നുള്ളത് അത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണം. ആൻഡ് ദെൻ ഡിസ്ക്രൈബ് ഈച്ച് ഇൻ്റർഫേസ് സ്റ്റേറ്റ് ആസ് ഇറ്റ് വിൽ ആക്ച്വലി ലുക്ക് ടു ദ എൻഡ് യൂസർ. അപ്പോൾ ഒരു ഇൻ്റർഫേസിന് ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഓരോ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് ആർക്ക് എന്ത് ചെയ്യണം, നമ്മളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫോം അല്ലെങ്കിൽ ഒരു പേജിന് തന്നെ ഒരുപാട് സ്റ്റേറ്റ് ഉണ്ടാവും. ഒരു ഇൻ്റർഫേസിന് തന്നെ ഒരുപാട് സ്റ്റേറ്റുകൾ വരാം. ആ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു യൂസർ ഇൻ്റർഫേസിൻ്റെ ഡിസൈനിൽ നടക്കുന്നത്. ക്ലിയർ? അപ്പോൾ യൂസർ ഇൻ്റർഫേസിൻ്റെ ഡിസൈനിൽ നടക്കുന്ന നമുക്ക് 3-4 സ്റ്റെപ്പുകളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് യൂസർ ഇൻ്റർഫേസ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. ഈ യൂസർ ഇൻ്റർഫേസ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്പൈറൽ മോഡലിൻ്റെ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്പൈറൽ മോഡലിൻ്റെ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ യൂസർ ഇൻ്റർഫേസ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. അതിൽ വരുന്ന ഓരോ കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് എന്താണ്, ഇൻ്റർഫേസ് അനാലിസിസ് നടക്കും, ദെൻ ഇൻ്റർഫേസ് ഡിസൈൻ നടക്കും, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ, ഇൻ്റർഫേസ് വാലിഡേഷൻ. ഓക്കെ, അതിന് വീണ്ടും എന്താണ് നടക്കുന്നത്, വീണ്ടും ഇൻ്റർഫേസ് അനാലിസിസ്. അടുത്ത സ്പൈറൽ അങ്ങനെയായിരുന്നല്ലോ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അടുത്ത ഇൻ്റർഫേസ് അനാലിസിസ്, ഡിസൈൻ, ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കാറാണ്. First one is the interface analysis. It concentrates on or focuses on users, tasks, content and work environment who will interact with the system. ഇതിൽ എന്തൊക്കെയുള്ള ഏതൊക്കെ യൂസേഴ്സ് ആണ്, എന്തൊക്കെ ടാസ്കുകൾ വരും, എന്തൊക്കെ കണ്ടൻറ് ഉണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ വർക്ക് എൻവയൺമെൻറ്റ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അനലൈസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. It defines a human and computer oriented tasks that are required to achieve system function. അതുപോലെ തന്നെ ഇതിൽ വേറെ എന്താ അനലൈസ് ചെയ്യുക, ഏതൊക്കെ ടാസ്കുകൾ ഹ്യൂമൻ ഓറിയൻറ്റഡ് ആണ്, ഏതൊക്കെ ടാസ്കുകളാണ് ഇതിൽ കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ നമ്മൾ ഈ ഒരു ഫേസിലാണ് നമ്മൾ അനലൈസ് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെയൊക്കെ അനാലിസിസ് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫേസിലേക്ക് പോയി, ഇൻ്റർഫേസ് ഡിസൈൻ എന്ന് പറഞ്ഞ ഫേസിലേക്ക് പോകും. ഇൻ്റർഫേസ് ഡിസൈനിൽ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഡിഫൈൻസ് എ സെറ്റ് ഓഫ് ഇൻ്റർഫേസ് ഒബ്ജക്ട്സ്, ആക്ഷൻസ് ആൻഡ് എ സ്ക്രീൻ റെപ്രസെൻറ്റേഷൻ ദാറ്റ് എനേബിൾ എ യൂസർ ടു പെർഫോം ഓൾ ഡിഫൈൻഡ് ടാസ്ക് in a manner that meets every usability objective defined for the system. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈന് ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യും. ഇതിലെന്താ ഉണ്ടാവുക, നമുക്ക് വേണ്ട ഒബ്ജക്ട്സും നമ്മൾ നേരത്തെ അനാലിസിസ് പ്രകാരം നമ്മൾ കാണുന്നുണ്ടല്ലോ എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ്, എന്തൊക്കെ ആക്ഷൻസാണ് നടക്കേണ്ടത്, എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അത് നേരത്തെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ യൂസർ തന്നിട്ടുള്ള ഒബ്ജക്റ്റീവ്സൊക്കെ മീറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുന്ന ഒരു ഫേസാണ് ഇത്.
Okay, next is the interface construction. It starts with a prototype that enables usage scenario to be evaluated and continues with development tools to complete the construction. ഇപ്പോൾ നമ്മൾക്ക് ഒരു പ്രോട്ടോടൈപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, ആ പ്രോട്ടോടൈപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യും. ആ ടൂൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ടൂൾസ് വെച്ചിട്ട് ഈ ഒരു സംഭവം, ഈ ഒരു ഇൻ്റർഫേസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്റ്റേജാണ് ഇൻ്റർഫേസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ്, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയും. ആൻഡ് ഫൈനലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, വാലിഡേറ്റ് ചെയ്യും അല്ലേ, എറേഴ്സ് ഉണ്ടോ, നമ്മൾ കറക്റ്റായിട്ടാണോ പറഞ്ഞത് പ്രകാരമാണോ നോക്കുക, അതാണ് വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നെക്സ്റ്റ് ഫേസ് ഇസ് ദി ഇൻ്റർഫേസ് വാലിഡേഷൻ. Interface validation എന്താ ചെയ്യുന്നത്, ഇറ്റ് ഫോക്കസസ് ഓൺ ദ അബിലിറ്റി ഓഫ് ദ ഇൻ്റർഫേസ് ടു ഇംപ്ലിമെൻറ്റ് എവറി യൂസർ ടാസ്ക് കറക്റ്റ്ലി, അക്കോമഡേറ്റ് ഓൾ task variation to achieve all general user requirement and the degree to which the interface is easy to use and easy to learn. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത്, യൂസർ ടാസ്ക് ഒക്കെ കറക്റ്റായിട്ടാണോ, എല്ലാ ടാസ്ക് വേരിയേഷൻസും ഇതിലിട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ യൂസർ എന്ന റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ ഇതിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത സാധനമില്ലേ, അതിൽ യൂസർ പറഞ്ഞത് പ്രകാരമുള്ള ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ വാലിഡേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ, ഇവരെന്തെങ്കിലും അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും നമ്മൾ ഇതേ ഫേസസിലൂടെ തന്നെ റിപ്പീറ്റ് ചെയ്യും. അതായത് അനാലിസിസ് ചെയ്യും, അനാലിസിസ് പിന്നെ നമ്മൾ ഡിസൈൻ പോവും, ഡിസൈൻ ഇംപ്ലിമെൻറ്റേഷൻ, അങ്ങനെ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ഇസ് ആൻ ഇറ്ററേറ്റീവ് പ്രോസസ് ആൻഡ് ദിസ് യൂസസ് സ്പൈറൽ മോഡൽ. ഓക്കെ.